ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ പത്തരമാറ്റിൽ നമ്മൾ ഇനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് അടിപൊളി സീനുകളാണ് കേട്ടോ. അതായത് നമുക്ക് തമിഴിൽ ഏറെക്കുറെ ഈ ഭാഗത്തിനോട് സാമ്യമുള്ള ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. വേറൊന്നുമല്ല, അനാമികയല്ല അവന്തികയാണെന്നുണ്ടെങ്കിൽ അനിയനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിച്ചിരിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ അവിടെ ആ വീട്ടിലെല്ലാവരും ആലോചിക്കുകയാണ്. അപ്പോൾ അനി പറയേണ്ടത് എനിക്ക് പറ്റില്ല, ഞാൻ അന്ന് നിങ്ങളുടെ നന്ദുവിൻ്റെ പ്രണയം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കത് പറ്റിയില്ല, ഇനി എനിക്ക് ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറ്റില്ല, നന്ദുവിനെ വേണമെന്നില്ല, എനിക്ക് ഇവളെ വേണ്ട, എനിക്ക് വിവാഹം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിലും എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കണല്ലേ കോടതിയിൽ, പിന്നെ വിവാഹ നിശ്ചയം നടത്തേണ്ടത് ലീഗലി തെറ്റാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല, കോടതിയും അത് പോലീസുകാരും അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയണം. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശം പറയട്ടെ, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നോക്ക് അവന്തികനെ വിവാഹം കഴിച്ചുകൊണ്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമല്ലോ, അവന്തിക നല്ല പെൺകുട്ടിയാണ്, നോക്ക് നിനക്ക് ചേർന്ന നമ്മുടെ തറവാടിനെ പറ്റിയ പെൺകുട്ടിയാണ്, പിന്നെ നമ്മുടെ തറവാട്ടിൽ തന്നെ ഉള്ളതല്ലേ, അതുകൊണ്ട് അവളെ ചെറുപ്പം മുതലേ നിനക്ക് അറിയാവുന്നല്ലേ, മുമ്പ് കുറച്ച് കുശുമ്പും കുഞ്ഞായ്മയും അബിയുടെ കുറച്ച് സ്വഭാവവും ഒക്കെ ഉണ്ടായിരുന്നത് ശരിയാണ്, പക്ഷേ അബിയുടെ അത്ര വൃത്തികെട്ടവളല്ലായിരുന്നു മുമ്പും അവള്, പിന്നെ ഇപ്പൊ അവളുടെ സ്വഭാവം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ ഇപ്പൊ ഭയങ്കര കാര്യമാണ് അവൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷവും, അതുകൊണ്ട് ആ വിവാഹത്തിന് സമ്മതിക്കുക. നോക്ക് ഞങ്ങളല്ലേ പറയണത്, നിന്റെ ജീവിതം ഒരിക്കലും മോശമാവാൻ ഞാനും നിന്റെ എടുത്ത് സമ്മതിക്കില്ല, നിനക്കറിയാലോ നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് അനി ഞങ്ങൾ ഈ പറയണത്, അതുകൊണ്ട് ഈ വിവാഹത്തിന് നീ സമ്മതിക്കണം എന്ന് ആദർശും നയനയും കൂടി നിർബന്ധിക്കുകയാണ്. അനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം നയന നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനോട് പറയേണ്ടത് നീയും അനിയും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഇപ്പോൾ ഉണ്ടോ, സത്യസന്ധമായിട്ട് പറയണം എന്ന് പറയുമ്പോഴേക്കും നന്ദു ഓപ്പണായിട്ട് പറയുകയാണ്, ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്, എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല, അവൻ എന്നെ മറക്കാൻ പറ്റുന്നില്ല, രഹസ്യമായിട്ട് നമ്മൾ കാണലും സംസാരിക്കലും എല്ലാം തന്നെ ഉണ്ടെന്ന് പറയണം. നയന പറയേണ്ടത് വേണ്ട മോളെ, നീ എല്ലാം ഉപേക്ഷിക്ക്, ഇത് ശരിയാവില്ല, നോക്ക് വേറെ അവന്തികയുടെ വിവാഹാലോചന വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളും നോക്കുന്നുണ്ട്, അപ്പം അതുകൊണ്ട് നീ എന്തായാലും ഇതൊന്ന് പിരിഞ്ഞു പോകണം, കാരണം നിനക്ക് ചേർന്നൊരു പയ്യനല്ല അനി, അത് നിനക്ക് മനസ്സിലായ കാര്യമാണല്ലോ, വേണ്ട മോളെ, നമ്മുടെ അമ്മക്കും അച്ഛനും അത് ഇഷ്ടമല്ല, പിന്നെ ഏറെക്കുറെ എല്ലാവർക്കും അതിന് താല്പര്യമില്ല, പിന്നെ അനിയുടെ അമ്മക്ക് താല്പര്യമില്ല, അച്ഛൻ വലിയ കുഴപ്പമൊന്നുമില്ല ഇളയച്ചൻ, പക്ഷെ എങ്കിലും വേണ്ട മോളെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നന്ദുവിനെ ബ്രെയിൻ വാഷ് ചെയ്യണം. നന്ദുവും പറയുന്നുണ്ട് ശരി എങ്കിലും അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ, അനി അവന്തിക വിവാഹം നടത്തിക്കോ, ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും പയ്യനെ വിവാഹം കഴിച്ചോളന്ന് നന്ദു സമ്മതിക്കുകയാണ്. പക്ഷേ നവ്യ അതിലിടപെടുക കേട്ടോ. നവ്യ മനസ്സിൽ വിചാരിക്കണം, പിന്നെ അവന്തിക അവളല്ല അനിയനെ വിവാഹം കഴിക്കേണ്ടത്, എൻ്റെ അനിയത്തി നന്ദുവാണ്, എൻ്റെ അനിയത്തിക്ക് നന്ദുവിനെ പറ്റിയ ചെറുക്കനാണ് ഈ പറയുന്ന അനി, അതുകൊണ്ടാണ് അനിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അനാമികയുടെ വിവാഹ ജീവിതം അങ്ങനെയൊക്കെ ആവുകയും ഇപ്പം അനി ഒറ്റക്കാലിൽ നന്ദുവിനെ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലവ് സിൻസിയറാണ്, അതാരൊക്കെ വിചാരിച്ചാലും തടയാൻ പറ്റില്ല. പക്ഷേ വീട്ടിലെല്ലാവരും ഇപ്പോൾ അവന്തികയുടെ അനിയുടെ വിവാഹം ആലോചനയും വിവാഹ കാര്യങ്ങളായിട്ടൊക്കെ തിരക്കിലാണല്ലോ, പക്ഷെ അത് നടക്കാൻ പാടില്ല, അത് മുടക്കിയേ പറ്റും. ഈ അവന്തികയുടെ യഥാർത്ഥ സ്വഭാവം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചേ പറ്റും. അവൾക്ക് എന്തൊക്കെയോ ഉടായ്പുണ്ട്, മിക്കവാറും അവൾ ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാവാനാണ് ചാൻസ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അനീന വീണ്ടും എല്ലാവരും കൂടി ഒരു പടുകുഴിയിലേക്കാണ് തള്ളിയിടാൻ പോണത്. ഒരു പ്രാവശ്യം അവൻ അനാമിക എന്ന് പറഞ്ഞൊരു വലിയൊരു കുഴിയിൽ വീണു, അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു ചെളിയിലേക്ക് അവനെ ഉന്തിടാൻ വേണ്ടി നോക്കാണ്, അത് പറ്റില്ല. നന്ദു അനിയും തന്നെയാണ് ഒന്നിക്കേണ്ടത്, അല്ലാതെ അവന്തികയും അനിയല്ല. മാത്രമല്ല ഈ അനിയുടെ സമ്മതമില്ലാതെ ഇവരെന്തിനെങ്കിൽ വിവാഹം ഉറപ്പിക്കണമെന്നൊക്കെ ആലോചിക്കാട്ട് നവ്യ. അവസാനം നവ്യ വിചാരിക്കുകയാണ് ഇനി എന്തായാലും താൻ ഇടപെട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ നവ്യയാണെങ്കിൽ അനീനെ കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി പുറത്ത് വെച്ച് കാണണമെന്ന് പറയണം. അങ്ങനെ അനി പുറത്ത് വെച്ച് കാണാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി പുറത്ത് സംസാരിക്കുമ്പോഴേക്കും അനി പറയണ്ടേ ഏടത്തി എന്തിനാ എന്നെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത്, ഏടത്തി ഞങ്ങളുടെ എതിർ പാർട്ടിയായിട്ടുള്ള ഒത്തുകളിക്കലല്ലേ, ചേച്ചിക്ക് ഏടത്തി ഇപ്പൊ പഴയ പോലെയൊന്നും അല്ലല്ലോ, അഭിയേട്ടനും AN ജ്വല്ലറിയും അവരൊക്കെയല്ലേ ഏടത്തിക്ക് ഇപ്പൊ വലുത്, അല്ലാതെ മൂർത്തിസ് ജ്വല്ലറിയോ മൂർത്തി മുത്തശ്ശനോ മുത്തശ്ശിയോ ആദർശേട്ടനോ നയനോ ആരും ഇഷ്ടമല്ലല്ലോ. അനി ഞാൻ നിന്റെ അടുത്ത് മാത്രം ഒരു രഹസ്യം പറയാം, പക്ഷേ നീ അത് വേറെ ആരോടും പറയരുത്, നിന്നെ എനിക്ക് അത്രക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്, എനിക്കറിയാം നിന്നോട് എന്ത് പറഞ്ഞാലും അത് അപ്പം തന്നെ നീ ആദർശേട്ടൻ്റെയും നയനയുടെയും ചെവിയിൽ എത്തിക്കുമെന്ന്, പക്ഷേ ഈ കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണം, നമ്മുടെ മൂത്തേസ് ജ്വല്ലറിനെ തകർക്കുന്ന ആ ഒരു ശത്രുവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നീയും എൻ്റെ കൂടെ നിൽക്കണം, ആദർശേട്ടനും നയനും അവരുടെ ഭാഗത്തുനിന്ന് കണ്ടുപിടിച്ചോട്ടെ, പക്ഷേ നീ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവരെ സഹായിക്കാൻ സാധിക്കും. ഏടത്തി പറഞ്ഞ സത്യം തന്നെയാണോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതോ എന്നെ കൂടെ നിർത്തി ഏടത്തി എന്നെയും കൂടെ ചതിക്കാനാണോ,
ഒരിക്കലുമല്ല എന്ന് പറയാണ് നമ്മുടെ നവ്യ. അതിനുശേഷം നവ്യ പറയേണ്ട, നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നീ അവന്തിക തമ്മിലുള്ള വിവാഹം ഞാൻ മുടക്കിക്കോളാം. നിനക്ക് പറ്റിയ പെണ്ണ് എൻ്റെ അനിയത്തി നന്ദു തന്നെയാണ്. നന്ദുൻ്റെ നിൻ്റെ വിവാഹം ഞാൻ ഉറപ്പിക്കാം. നിൻ്റെ നന്ദുവിൻ്റെ വിവാഹം ഞാൻ തന്നെ മുന്നിൽ നിർത്തി നടത്തിത്തരാം. പക്ഷേ ഒരു കാര്യം, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നീ ആരോടും പറയരുത്. നോക്ക്, അഭി മാത്രമല്ല അവന്തികയും ഈ AN ജ്വല്ലറിയുടെ ഒരു പങ്കാളിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ AN ജ്വല്ലറിയുടെ CEO ഉണ്ടല്ലോ, അതായത് കിങ് ഓഫ് കോബ്ര എന്നറിയപ്പെടുന്നത്, അയാളും അഭിയും ഈ അവന്തികയും തമ്മിൽ രഹസ്യമായിട്ട് എന്തോ ബന്ധമുണ്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി ഏടത്തി, ഏടത്തി പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ്. ഈ കാര്യത്തിൽ ഞാൻ ഏടത്തിയുടെ കൂടെ തന്നെ ഉണ്ടാകും. അനിയടുത്ത് പ്രത്യേകം പണ്ട് നോക്കി, ഈ കാര്യം വേറെ ആരും അറിയരുത്, നമ്മൾ മാത്രം നമ്മളായിട്ട് നമ്മുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കണം. ആദർശിനെ നയനേനെയും സഹായിക്കുന്നൊരു വെൽവിഷർ ഉണ്ടല്ലോ, അതെ, ഇടയ്ക്ക് ആദർശേട്ടൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ആ വെൽവിഷർ ആരാന്ന് നിനക്കറിയാവോ? അത് ഞാനാണ് എന്ന് പറയാണ്. ഏടത്തിയോ? അതെ, എൻ്റെ സുഹൃത്തുണ്ട്, അവളുടെ നമ്പറിൽ നിന്നാണ് ഞാൻ മെസ്സേജസ് ഒക്കെ അയക്കണത്. ഈ കിങ് ഓഫ് കോബ്രയാണ് ഈ AN ജ്വല്ലറിയുടെ ഓളിഞ്ഞോളെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതാരാണെന്ന് എനിക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ വരെയുള്ള ഹിൻ്റൊക്കെ കൊടുത്തത് ഞാൻ തന്നെയാണ്. എടുത്തി പിന്നെ എടുത്തി എന്തിനാ ഇങ്ങനെയൊക്കെ അഭിനയിക്കണത്? എനിക്കിങ്ങനെ അഭിനയിച്ചേ പറ്റൂ. കാരണം AN ജ്വല്ലറീൻ്റെ ആരാണ് അതായത് ഉടമസ്ഥൻ ആരാണെന്നും അയാൾ എന്തിനാണ് മൂർത്തീസ് ജ്വല്ലറി തടയാൻ നോക്കണമെന്നും അവരുടെ കള്ളത്തരം കള്ളക്കടത്ത് എല്ലാം കണ്ടുപിടിക്കാൻ ഞാൻ അവിടെ നിന്നേ പറ്റൂ അനി. അതുകൊണ്ടാണ് നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. അവന്തികയുടെ നിന്റെ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ്. നന്ദുവിൻ്റെ നിന്റെ വിവാഹം ഞാൻ നടത്തി തരും. അതാരൊക്കെ എതിർത്താലും ശരി. നമുക്കൊരു കാര്യം ചെയ്യണം. അതിന് ഇടയായിട്ട് നിൽക്കുന്നത് അനാമികയാണല്ലോ. അവളിപ്പോൾ 15 കോടിയാണല്ലോ ചോദിക്കണത് വിവാഹബന്ധം ഏർപ്പെടുത്താനായിട്ട്. നീ ഒരു കാര്യം പറ, 15 കോടി തരാമെന്ന് പറ. എടുത്തി അവൾക്കൊരു 10 പൈസ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. 15 കോടിയാണ് നിനക്ക് വലുത്, നിൻ്റെ ജീവിതമാണോ? എടുത്തി എൻ്റെ ജീവിതമൊക്കെ തന്നെയായിരിക്കും ശരി, പക്ഷെ അവളെപ്പോഴത്തെ ഫ്രോഡിനെ നമ്മൾ കഷ്ടപ്പെടുണ്ടാക്കിയ 10 പൈസ കൊടുക്കരുത് എടുത്തി എന്ന് പറയാൻ. പൈസ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? നീ ഒരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്താൽ മതി, വണ്ടി ചെക്ക്. അവരത് വിശ്വസിച്ചോളും. അതായത് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുന്ന സമയത്താണ് ആ ചെക്കും കൈമാറുക എന്ന് നീ പറയുക. എന്നിട്ടൊരു പാട്ട ചെക്ക് എടുത്ത് കൊടുത്താൽ മതി. അവളും അവളുടെ മണ്ടനച്ഛനും വിശ്വസിച്ച് പോയിക്കോളും. അവൾ കോടതിയിൽ നിന്നായിട്ട് ബന്ധം പിരിയാൻ സമ്മതമാണെന്ന് പറയുകയും ചെയ്യും. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാവോ? എടുത്തി, സൂപ്പർ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറയാണ്. അതെ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ചതിയിലൂടെ തന്നെ മറുപടി പറയണം അനി എന്ന് നവ്യ പറയാണ്. അങ്ങനെ നവ്യയും അതുപോലെ തന്നെ അനിയും കൂടി ഒന്ന് കൈകോർത്തിട്ട് നമ്മുടെ അവന്തികേനെയും അനാമികയൊക്കെ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ. നവ്യയുടെ ഈ ഒരു മാറ്റം അനിക്കും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്തായാലും അനിയുടെയും അവന്തികയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നില്ല. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.